ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ നമ്മൾ ഇന്ന് RRB JE CBT 2-ന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൽ വേണ്ടിയിട്ടുള്ള പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഐഡൻറ്റിഫൈ ദ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയിൽ പെടുന്നത് അല്ലേ? ഓപ്ഷൻ എ ഫ്യുവൽ സെൽ, ഓപ്ഷൻ ബി വിൻഡ് പവർ, ഓപ്ഷൻ സി കോൾ, ഓപ്ഷൻ ഡി വേവ് പവർ. ഏതാണ്? ഫ്യുവൽ സെല്ലാണോ, വിൻഡ് ആണോ, കോൾ ആണോ? എളുപ്പമാണ് അല്ലേ? നമുക്കിത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ എളുപ്പമല്ലേ, വേഗം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതാണ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ അത് ഏത് തന്നെയാണ്? നമ്മളുടെ കോളാണ് അല്ലേ? അപ്പോൾ റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലീൻ എനർജിയാണ്. നമുക്ക് സോളാറെന്നും വിൻഡെന്നും അതുപോലെ ഹൈഡ്രോ ഇലക്ട്രിക് അല്ലേ, നാച്ചുറലായി കിട്ടുന്ന നാച്ചുറൽ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ടൈപ്പ് എനർജി സോഴ്സസ് ആണ് നമ്മളുടെ എന്താ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. അറിയാലോ, ഓരോ സോഴ്സസും ക്ലാസിഫൈ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്താണ്? നമുക്കത് പെട്ടെന്ന് കിട്ടില്ല അല്ലേ, കുറേ കാലങ്ങൾ അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മുടെ കോൾ, അതുപോലെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, യുറേനിയം, അതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? നമ്മളുടെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിൽ വരുന്നതാണ്. അപ്പോൾ ഫോസിൽ ഫ്യൂവലൊക്കെ എന്തിൻ്റെ അടിയിൽ തന്നെയാണ് വരുന്നത്? നോൺ റിന്യൂവബിൾ. അപ്പോൾ ഓരോ എക്സാമ്പിൾസും, അതായത് റിന്യൂവബിൾ എന്താണ്, നോൺ റിന്യൂവബിൾ ഏതാണെന്ന് തരംതിരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഏതാണ്? കോളാണ്. Question number 2, the connected load of a consumer is 3 kilowatt and its maximum demand is 1.5 kilowatt. The demand factor of the consumer is. ക്വസ്റ്റ്യനിൽ എന്താണ്? നമ്മുടെ ഡിമാൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഡിമാൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒരു കൺസ്യൂമറിൻ്റെ കണക്റ്റഡ് ലോഡ് പറയുമ്പോൾ, അതായത് എത്രയാണ് കണക്റ്റഡ് ലോഡ്? 3 കിലോവാട്ട് ആണ് കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത്. പക്ഷേ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1.5 കിലോവാട്ട് ആണ് ക്വസ്റ്റ്യനിൽ. എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വാല്യൂസ് ഒക്കെ. അപ്പോൾ ഡിമാൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡാണ്. അറിയാലോ, എന്താണ് ഡിമാൻഡ് ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡാണ്. സോ അവിടുത്തെ മാക്സിമം ഡിമാൻഡ് 1.5 കിലോവാട്ട് ആണ്. കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് 3 കിലോവാട്ട് ആണ്. സോ എന്താണ്? 1.5 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിമാൻഡ് ഫാക്ടർ കിട്ടും. എത്രയാണ് വരുന്നത്? 0.5 ആണ് നമ്മളുടെ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ ലോ ഡ്യൂറേഷൻ കർവ് ഈസ് ദ പ്ലോട്ടഡ് ബിറ്റ്വീൻ. നമ്മൾ ലോ ഡ്യൂറേഷൻ കർവ് എന്ത് വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്? ലോഡും ടൈമും, ലോഡ് ആൻഡ് ടൈം, ലോഡ് ആൻഡ് വോൾട്ടേജ്, ലോഡ് ആൻഡ് ടെമ്പറേച്ചർ, ലോഡ് ആൻഡ് ഫ്രീക്വൻസി. സോ നമ്മൾ ലോഡ് ഡ്യൂറേഷൻ കർവ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക? ഏത് വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലോഡും അതിൻ്റെ ടൈമും വെച്ചിട്ടാണ് അല്ലേ? ലോഡ് ഡ്യൂറേഷൻ കർവ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ ഏതാണ്? ലോഡ് ആൻഡ് ടൈമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ്? നമുക്ക് ബേസ് ലോഡ് വരും, അതുപോലെ പീക്ക് ലോഡ് വരും, ഇൻ്റർമീഡിയറ്റ് ലോഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡുകൾ നമുക്ക് കാണാം. അപ്പോൾ ബേസ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഡിമാൻഡിന് താഴെയുള്ള ലോഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ബേസ് ലോഡ് എന്ന് പറയുക അല്ലേ? അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സപ്ലൈ കൊടുക്കാവുന്ന രീതിയിൽ ആ ഒരു ഇതാണ് നമ്മളുടെ ബേസ് ലോഡ് എന്ന് പറയുന്നത്. പീക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു പീക്ക് അവേഴ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പീക്ക് അവേഴ്സ് ഒക്കെ അല്ലേ? അതായത് ഒരു പർട്ടിക്കുലർ ടൈമൊക്കെ നമുക്കിപ്പോൾ പീക്ക് അവർ, അതായത് മോർണിംഗ് ഒരു 6 to 8 അല്ലെങ്കിൽ 9 ഒക്കെ എന്നാണ് എല്ലാ കൺസ്യൂമേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ടൈം അല്ലേ? പീക്ക് ലോഡിങ്, പീക്ക് ഹവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എന്ത്? പീക്ക് ഹവേഴ്സിൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യരുത്. കാരണം എന്താണ്? പവർ കൺസപ്ഷൻ കൂടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താണ്? പവർ കട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അല്ലേ? പിന്നെ ഇൻ്റർമീഡിയറ്റ് ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മീഡിയം, അതായത് പീക്കും അല്ല, അതായത് ബേസും അല്ലാത്ത ഒരു ഇൻ്റർമീഡിയറ്റ്, അതായത് റിമൈനിങ് ലോഡ് ബിറ്റ്വീൻ ബേസ് ലോഡ് ആൻഡ് പീക്ക് ലോഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻ്റർമീഡിയറ്റ് ലോഡ് എന്ന് പറയുക. അപ്പോൾ ഈ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്? ടൈമും അതുപോലെ ലോഡിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലോട്ട് ചെയ്യാറുള്ളത്. Question number 4, a solar cell convert energy of light into electricity by. എങ്ങനെയാണ് ഒരു സോളാർ സെൽ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? സോളാർ സെൽ കൺവേർട്ട് എനർജി ഓഫ് ലൈറ്റ് ഇൻറ്റു ഇലക്ട്രിസിറ്റി ബൈ ഏത് രീതിയിലാണ്? ഓപ്ഷൻ എ കെമിക്കൽ എഫക്റ്റ്, ഓപ്ഷൻ ബി അറ്റ്മോസ്ഫിയറിക് എഫക്റ്റ്, ഓപ്ഷൻ സി ഫോട്ടോവോൾട്ടാലിക് എഫക്റ്റ്, ഓപ്ഷൻ ഡി ഫിസിക്കൽ എഫക്റ്റ്. ഏതാണ്? ഫോട്ടോവോൾട്ടാലിക് എഫക്റ്റ് ആണ്. ഡയഗ്രാം തന്നിട്ടുണ്ട് താഴെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ? PV സെൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ
എന്താണ് സോളാർ സെൽ എന്താ ചെയ്യുന്നത്? നമ്മളുടെ സോളാർ റേഡിയേഷൻ, അതായത് സൺലൈറ്റ് എന്നാണ് നമുക്ക് എന്താണ് ഇലക്ട്രിസിറ്റി ആയി കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അതൊരു സെമി കണ്ടക്ടിങ് ഡിവൈസ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരാം. അത് സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അറിയാലോ. അപ്പോൾ ഇലക്ട്രിക്കൽ ഡിവൈസ് എന്താ ചെയ്യുന്നത്? ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യലാണ് ഇവിടുത്തെ സോളാർ സെല്ലിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് അല്ലേ. Question number 5. Which of the following plants is a non-conventional source of energy? താഴെ തന്നിട്ടുള്ളതിൽ ഏത് പ്ലാന്റുകളാണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി ബോയിലർ, ഓപ്ഷൻ സി തെർമൽ, ഓപ്ഷൻ ഡി സോളാർ. ഏതാണത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി? സോളാർ ആണ് അല്ലേ. അപ്പോൾ തിരിച്ച് പഠിക്കുക, നമ്മൾ റിന്യൂവബിൾ നോൺ റിന്യൂവബിൾ പഠിക്കുന്ന പോലെ തന്നെ എന്താണ് കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയും നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയും പഠിക്കണം കേട്ടോ. അപ്പോൾ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സമയം അല്ലേ, ലോങ് ടൈം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കോൾ, നാച്ചുറൽ ഗ്യാസ്, അതുപോലെ ന്യൂക്ലിയർ എനർജി, ഫോസിൽ ഫ്യൂവൽ, തെർമൽ പവർ പ്ലാന്റ്, അങ്ങനെയുള്ള ഹൈഡ്രോ പ്ലാന്റ്സ് ഒക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? ഈ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ അകത്ത് വരുന്നതാണ്. അതായത് നമുക്ക് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതായത് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമുക്ക് എന്താണ് ഇപ്പോൾ സോളാർ എനർജി അല്ലേ, കുറച്ച് സമയം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. തെർമൽ എനർജി, വേവ് എനർജി, ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി, അങ്ങനെയുള്ളതൊക്കെ, എനർജി ഫ്രം സീ, ഓഷ്യൻ, അതൊക്കെ എന്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്? നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ അണ്ടറിൽ വരുന്നതാണ്. അത് ഏതാണ്? സോളാർ എനർജിയാണ്. Question number 6. The generation station which converts thermal energy obtained from the combustion of coal into electrical energy is? ഏത് ജനറേഷൻ സ്റ്റേഷനാണ്? വളരെ എളുപ്പമാണ് അല്ലേ. തെർമൽ എനർജി എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. തെർമൽ എനർജി കൺവേർട്ട് ചെയ്തിട്ട് കോൾ കമ്പഷൻ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ചെയ്യുന്നത് ഏതാണ്? എളുപ്പമാണ്, ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. നമ്മുടെ തെർമൽ എനർജി എന്ന് പറയുമ്പോൾ തന്നെ അത് എന്ത് തന്നെയാണ്? തെർമൽ പവർ സ്റ്റേഷൻ ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അല്ലേ. തെർമൽ പവർ സ്റ്റേഷൻ ആണ്. ന്യൂക്ലിയർ ആണോ? അല്ല. വിൻഡ് ആണോ? അല്ല. ഹൈഡ്രോ ആണെങ്കിൽ വാട്ടർ, വിൻഡ് ആണെങ്കിൽ വിൻഡ് എന്ന്, ന്യൂക്ലിയർ ആണെങ്കിൽ നമ്മൾ യുറേനിയം, തോറിയം അതുപോലെയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ ഫ്യൂഷൻ, ഫിഷൻ ഒക്കെ വെച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ തെർമൽ പവർ സ്റ്റേഷനിൽ എന്താണ്? ദ ജനറേറ്റിംഗ് സ്റ്റേഷൻ ദാറ്റ് കൺവേർട്ട് എങ്ങനെയാണ് ഹീറ്റ് എനർജി ഓഫ് കോൾ കമ്പഷൻ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്, അറിയാലോ. അപ്പോൾ എന്താണ് നമുക്ക് കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത്? തെർമൽ പവർ സ്റ്റേഷൻ ആണ് കറക്റ്റ് ആൻസർ. Question number 7. The part of thermal power plant where heat is absorbed from the fuel gas before it is sent to the boiler is called. അപ്പോൾ നമ്മൾ എല്ലാ പവർ പ്ലാന്റ്സ് പഠിക്കുമ്പോഴും അതിൻ്റെ ഡയഗ്രാമാറ്റിക് സ്കീമാറ്റിക് ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. അതിലെ ഓരോ പാർട്ടുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ തെർമൽ പവർ പ്ലാന്റ് എടുക്കുമ്പോൾ അതിലെ ഏതാണ് അല്ലേ, ഏത് പാർട്ടാണ് അതായത് ഹീറ്റ് അബ്സോർബ് ഫ്രം ദ ഫ്യൂൽ ഗ്യാസ് എന്ന ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ബിഫോർ ഇറ്റ് സെൻഡ് ടു ദ ബോയിലറിലേക്ക് കൊടുക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സൂപ്പർ ഹീറ്റർ, ഓപ്ഷൻ ബി എക്കണോമൈസർ, ഓപ്ഷൻ സി കണ്ടൻസർ, ഓപ്ഷൻ ഡി ഡ്രാഫ്റ്റ് സിസ്റ്റം. അത് ഏതാണ്? എക്കണോമൈസർ ആണ്. എക്കണോമൈസറിന്റെ വേറൊരു പേരെന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് വാട്ടർ ഹീറ്റർ ആണ്. എന്താണ്? ഫീഡ് വാട്ടർ ഹീറ്റർ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? നമുക്ക് ഓപ്ഷൻ ബി എക്കണോമൈസർ ആണ്. ഈ എക്കണോമൈസറിനെ നമുക്ക് എന്ത് പറയാം? ഫീഡ് വാട്ടർ ഹീറ്റർ എന്ന് പറയാം. അതെന്താ ചെയ്യുന്നത്? അതിൻ്റെ മെയിൻ വർക്കിംഗ് എന്താണെന്ന് നോക്കിയേ. അതെന്ത് ചെയ്യും? വേസ്റ്റ് ആയിട്ടുള്ള ഹീറ്റ് അല്ലേ, അതായത് ഫ്ലൂ ഗ്യാസിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ഡിവൈസ് ഇൻ വിച്ച് ദ waste heat or a flue gases is utilized for heating the feed waterലേക്ക് കൊടുക്കും അല്ലേ. അപ്പം മെയിൻ ആയിട്ട് എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? നമുക്ക് 50 to 20% കോളൊക്കെ സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസിങ് ദ സ്റ്റീം റൈസിങ് കപ്പാസിറ്റി, ബോയിലറിൻ്റെ സ്റ്റീം റൈസിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ലേ. അതുകൂടാതെ എന്താണ്? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് സ്കെയിൽ ഇൻ ബോയിലർ വാട്ടർ ട്യൂബ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏത് പാർട്ട്? ഓരോ പാർട്സുകളും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോകണം കേട്ടോ. Question number 8. Which fuel is used in nuclear reactor? Nuclear reactor ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഫ്യൂവലാണ്? ഓപ്ഷൻ എ ഗ്രാഫൈറ്റ്, ഓപ്ഷൻ ബി ലെഡ്, ഓപ്ഷൻ സി കാർബൺ, ഓപ്ഷൻ ഡി യുറേനിയം 235. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ ഇതിലേതാണ് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറായി യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുറേനിയം 235 ആണ്. ഏതാണ്? യുറേനിയം 235 ആണ്.
അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Question number 9. Capital cost of a nuclear plant is. എങ്ങനെയാണ് ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ വെരി ലോ, ഓപ്ഷൻ ബി ലോ, ഓപ്ഷൻ സി മോഡറേറ്റ്, ഓപ്ഷൻ ഡി വെരി ഹൈ. എങ്ങനെയാണ് ഒരു ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്? അത് വളരെ കൂടുതലായിരിക്കും അല്ലേ? കാരണം എന്താണ്? നമുക്ക് ആദ്യം ഒരു പവർ പ്ലാന്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ലാൻഡ്, അപ്പോൾ ആദ്യം കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? ആ ലാൻഡിൻ്റെ കോസ്റ്റ് എടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സൈറ്റ് പ്രിപ്പറേഷൻ, പിന്നെ കൺസ്ട്രക്ഷൻ, മാനുഫാക്ചർ, കമ്മീഷനിങ്, അതുപോലെ ഫിനാൻസിങ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അതൊക്കെ അതിനകത്ത് എന്താണ് വളരെ കൂടുതലാണ് ന്യൂക്ലിയർ എടുക്കുമ്പോൾ അല്ലേ? അതുകൂടാതെ ന്യൂക്ലിയർ ഫ്യുവലിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഇതിനൊക്കെ. അപ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് വന്നിട്ട് എന്തായിരിക്കും? ന്യൂക്ലിയർ പവർ പ്ലാന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് വന്നിട്ട് വളരെ കൂടുതലായിരിക്കും. ഇറ്റ് വിൽ ബി വെരി ഹൈ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10. ചൂസ് ദ കറക്റ്റ് സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. അതായത് കുറച്ച് അറേഞ്ച്മെൻറ്റ്സുകളാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കിയേ, ന്യൂക്ലിയർ റിയാക്ടർ, ഹീറ്റ് എക്സ്ചേഞ്ചർ, സ്റ്റീം ടർബൈൻ, ആൾട്ടർനേറ്റർ. സെക്കൻഡ് വൺ എന്താ? സ്റ്റീം ടർബൈൻ, ആൾട്ടർനേറ്റർ, ഹീറ്റ് എക്സ്ചേഞ്ചർ, ന്യൂക്ലിയർ റിയാക്ടർ, സ്റ്റീം ടർബൈൻ, ഹീറ്റ് എക്സ്ചേഞ്ചർ, ആൾട്ടർനേറ്റർ, ന്യൂക്ലിയർ റിയാക്ടർ. ഇങ്ങനെയല്ലേ തന്നിട്ടുള്ളത്? അപ്പോൾ ഇതിൽ ഷഫിൾ ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് ഓരോന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് ഏത് രീതിയിലാണ്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഏത് രീതിയിലാണ്? നോക്കിയേ, ആദ്യത്തെ നോക്കിയ താഴെ ഡയഗ്രാം നോക്കിയേ, റിയാക്ടർ ആണ് അല്ലേ? അപ്പോൾ ആദ്യം എന്തായിരിക്കും? അങ്ങനെ തന്നെയാണ്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് തന്നെയാണ് വരിക. അടുത്തത് എന്താണ്? നോക്കൂ, ഹീറ്റ് എക്സ്ചേഞ്ചർ. നെക്സ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പോയി. പിന്നെ എന്താണ്? സ്റ്റീം നേരെ ഒരു കണ്ടൻസറിലേക്കാണ് അല്ലേ? ഒരു പമ്പ് കണ്ടൻസറില്ലേ? ആ കണ്ടൻസർ എന്നാൽ കൂൾ ചെയ്യുക അല്ലേ? നേരെ എന്താണ് അവിടേക്ക് പോകുന്നത്? കണ്ടൻസറിൻ്റെ അതുപോലെ എന്താണ് ഒരു സ്റ്റീം ടർബൈനിലേക്കാണ് കൊടുത്തിട്ടുള്ളത്, റൊട്ടേറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ അടുത്ത ആരായിരിക്കും? സ്റ്റീം ടർബൈനാണ്. പിന്നെ വരുന്നത് ആൾട്ടർനേറ്റർ അല്ലേ? ആൾട്ടർനേറ്ററിന് നേരെ ഇലക്ട്രിക്കൽ പവറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓരോന്നും നോക്കൂ, ആ ഡയഗ്രാം നമ്മുടെ മൈൻഡിൽ ഉണ്ടായാൽ തന്നെ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടും. ആദ്യം റിയാക്ടറിലേക്ക് പോയി, ഇതിന് മുമ്പ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതായത് കോൾ കമ്പഷൻ യൂണിറ്റ്, കോൾ ഗ്രൈൻഡ് ചെയ്യാനുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതിനകത്തേക്കാണ് ആ കോളിന് എവിടേക്കാണ്? റിയാക്ടറിലേക്ക് കൊടുത്തു, റിയാക്ടറിന് ഇങ്ങോട്ട് വന്നു, ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പോയി, ഹീറ്റ് എക്സ്ചേഞ്ചറിൽ സ്റ്റീം ടർബൈനിലേക്ക്, പിന്നെ ഇങ്ങനെ ആൾട്ടർനേറ്ററിലേക്ക്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ന്യൂക്ലിയർ റിയാക്ടർ, ഹീറ്റ് എക്സ്ചേഞ്ചർ, സ്റ്റീം ടർബൈൻ ആൻഡ് ആൾട്ടർനേറ്റർ. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പവർ സിസ്റ്റം പഠിക്കുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ ഓരോ പവർ പ്ലാന്റുകളും പഠിച്ചിട്ട് പോയിട്ടുണ്ടാവും അല്ലേ? അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, സ്റ്റീം, ഡീസൽ, തെർമൽ, വിൻഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പാർട്സുകൾ നന്നായി നോക്കി പോവുക. ആ ഓരോന്നിൻ്റെയും പാർട്സ് എന്ത് വർക്കിംഗ് ആണ് കൊടുക്കുന്നത് എന്ന രീതിയിൽ നന്നായി നോക്കണം. കാരണം അതിൽ നിന്നൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ എന്ത് ഫ്യുവൽസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ? ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാം കോളാണ് യൂസ് ചെയ്യുന്നത്, അവിടെയാണെങ്കിൽ എന്താണ് യുറേനിയം, അങ്ങനെയുള്ളതൊക്കെ. ഹൈഡ്രോ ഇലക്ട്രിക് ആണെങ്കിൽ സിമ്പിളാണ്, വാട്ടറാണ്. അങ്ങനെയുള്ള ഓരോന്നിലും യൂസ് ചെയ്യുന്ന ഫ്യുവലും അതിൻ്റെ പാർട്സുകളും ആ പാർട്സുകളുടെ ഫങ്ഷൻസും നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റിന്യൂവബിൾ എനർജി എന്താണ്, നോൺ റിന്യൂവബിൾ എനർജി എന്താണെന്നുള്ള രീതിയിലൊക്കെ നന്നായി നോക്കി പോവുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.